നല്ല തിരക്കിലായിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പോൾ യൂട്യൂബ് എടുക്കത്ത് നോക്കുന്ന സമയത്തൊക്കെ ഒരു വാർത്ത ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയണമെന്ന് ഇങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് സാധിച്ചില്ല. ഇപ്പോൾ എന്തായാലും 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വിഷയം മറ്റൊന്നുമല്ല, ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ അനിയത്തി പോയി. ഈ ലോകത്ത് വേറെ ആണുങ്ങൾ ആരുമില്ല. 19 വയസ്സിൽ തൊട്ട് തുടങ്ങിയ പ്രേമമാണെന്ന് പറയണേ. ഭാര്യയുടെ അനുജത്തിയുമായിട്ട് ഇങ്ങോര്. ഇപ്പോൾ പെൺകുട്ടിക്ക് 22 വയസ്സായെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 3 വർഷത്തോളം 3-3.5 വർഷത്തോളം അവർ തമ്മിൽ ഭയങ്കര ഒരിഞ്ഞ പ്രണയത്തിലായിരുന്നു. ചേച്ചിക്കും ഇതറിയാമെന്നാണ് പറയുന്നത്. രണ്ടുപേരും ഒളിച്ചോടി. പെൺകുട്ടിക്ക് എന്തോ ഒരു ചെറിയ തൊഴിലുണ്ടായിരുന്നു. അതിൻ്റെ സാലറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. സാലറി വന്നു. ആ പൈസ കൊണ്ട് കൂടിപ്പോയ ഒരു 8-10 അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. സാലറി കണ്ട് രണ്ടാളും കൂടി ഗുരുവായൂരൊക്കെ പോയെന്ന് തോന്നുന്നു. ഗുരുവായൂർ പോയി പൈസയൊക്കെ പൊടിച്ചു കഴിഞ്ഞു. അവസാനം കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ വിറ്റു. അതും കഴിഞ്ഞു. ഇനി ഒരു വഴിയും ഇല്ല എന്ന് കണ്ടപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ പൊടി തട്ടി അയാളുടെ വഴിക്ക് പോയി. പെൺകുട്ടി വീട്ടിൽ തിരിച്ചു വന്നു. വീട്ടുകാർ കയറ്റിയില്ല. അപ്പോൾ ഒരു അനാഥാലയത്തിൽ പോകണമെന്നോ മതം മാറി മുസ്ലിം ആകണമെന്നോ എന്നൊക്കെയുള്ള തീരുമാനത്തിലാണിപ്പോൾ നെട്ടോട്ടം ഓടി നടക്കുന്നതെന്ന് മനസ്സിലായി. മക്കളെ, വളർച്ചയുടെ ഭാഗമായിട്ട് ഈ വക ഹോർമോണുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ആരുടെ കൂടെ ഓടിപ്പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. ചേച്ചിയുടെ ഭർത്താവായിക്കോട്ടെ, അയൽവക്കത്തെ ചേട്ടനായിക്കോട്ടെ, മൊബൈലിൽ കൂടി പരിചയപ്പെടുന്നവനായിക്കോട്ടെ, ഒളിച്ചോടിയതാണോ ഇതന്നെ അവസ്ഥ. അവസാനം വല്ല ചാക്കിലും പൊതിഞ്ഞു കിട്ടി, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ. ചേച്ചിയുടെ ഭർത്താവ്, ചേട്ടൻ കാരണവരാണ്. അച്ഛൻ്റെ സ്ഥാനമാണ്, മൂത്ത സഹോദരൻ്റെ സ്ഥാനമാണ്. ഇതൊന്നും വകവച്ചില്ല. അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്ന എല്ലാവർക്കും തന്നെ ഇത് തന്നെയാണ്. ഇതിപ്പോൾ രാത്രിയിലൊക്കെ അന്യപുരുഷനെ പിടിച്ച് വീട്ടിലേക്ക് കയറ്റുക. അവൻ കഴുത്ത് കണ്ടിച്ചിട്ട്, രാത്രിയല്ല പകലല്ല എപ്പോഴായാലും നമുക്ക് നീതിക്ക് നിരക്കാത്ത എന്തു ചെയ്തു വരും, പ്രതിഫലം അപ്പം തന്നെ തമ്പുരാൻ തരും. അന്യപുരുഷനെ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് മറ്റൊരുത്തിനെ വിളിച്ച് സ്ഥിരം എപ്പോഴും കണ്ട് അത് ഈ സമയത്ത് മറന്നുപോയി. ഫലം ദൈവം തമ്പുരാൻ തരും എന്നുള്ളത് ഉറപ്പാണ്. ഒരു ദിവസം കത്തി കയറ്റിയിട്ട് അവനവൻ്റെ കാര്യം കഴിഞ്ഞ് പോയി. അതുപോലെ ഇപ്പോൾ നമ്മളെ ഇതുപോലെ വിളിച്ചിറക്കിക്കൊണ്ട് മൊബൈൽ ഫോണിൽ കൂടിയൊക്കെ ബന്ധപ്പെട്ടിട്ടേ അങ്ങോട്ട് ഇറങ്ങി. അത് സ്ഥലകാലങ്ങളൊന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ അങ്ങനെ വരുന്നുണ്ട് പെൺകുട്ടികൾ. വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. വെറുതെ ഇങ്ങനെ വിളിക്ക് പോവുക, എന്തെങ്കിലുമൊക്കെ ഫോണിൽ കൂടി സംസാരിച്ചിട്ടുണ്ടാവും. അതും വെച്ചിട്ട് എൻ്റെ എല്ലാം, അല്ലെങ്കിൽ എനിക്ക് കാണപ്പെട്ട തമ്പുരാൻ എൻ്റെ കാര്യം എല്ലാം അങ്ങോട്ട് നോക്കിക്കോളൂന്ന് വിചാരിച്ചിട്ട് പുറപ്പെട്ട് ഇങ്ങോട്ട് പോരുകയാണ്. അവസാനം എന്താകും? ഇതൊക്കെ നല്ല പോലെ അങ്ങോട്ട് പോകുമോ? ഇല്ല. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയും. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവർക്കെല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പം ആ പെൺകുട്ടിയുടെ കാര്യം കല്യാണം കണ്ട് ഉറപ്പിക്കുകയോ വരാനിരിക്കുകയോ അങ്ങോട്ട് ഈ അടുത്ത ദിവസം തന്നെയാണ്. അതൊക്കെ തട്ടി മാറ്റിയിട്ടാണ് അവൾ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ പോയത്. 3 പിള്ളേരുണ്ട് ചേച്ചിക്ക്. ചേച്ചി ആരാ? അമ്മ കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ സ്ഥാനം ചേച്ചിക്കാണ്. ആ ചേച്ചിയുടെ ജീവിതം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഇനി അതിനെ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും മുന്നോട്ട്? ഏതായാലും പിള്ളേരുടെ അച്ഛനെ സ്വീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ആ പഴയ പോലെ മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ? ഇയാളെന്തൊട്ട് സാധനം അയാൾ. ഓരോ പിന്നെ വേറൊരു ഗുണമുണ്ട്. ഈ പെൺകുട്ടി ലൈവായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് ചേട്ടനില്ലാണ്ട് പറ്റില്ല, ചേട്ടന് എന്നെ ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അതൊക്കെ തന്നെ
മറ്റുള്ള കുട്ടികൾക്ക് ഒരുപാട് ഗുണമായി. ഏ അയ്യോ, ഒരു പേടി തോന്നും ഇങ്ങനെയൊക്കെ പുറപ്പെടുമ്പോൾ. ഏ ഒരു ഒരു വീണ്ടു വിചാരം വരും. ആ ഒരു വീഡിയോ അങ്ങനെ ഇട്ടത് വളരെ നന്നായി. അതിനൊരു നന്ദി പറയാണ് പെൺകുട്ടിയോട്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.